അമ്മ അതൊക്കെ ക്ഷമിച്ച്. അമ്മ അതൊക്കെ പണ്ട് ക്ഷമിച്ച അമ്മയല്ലേ, അമ്മയ്ക്ക് ക്ഷമിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ക്ഷമിച്ചെങ്കിലും ഞാനിപ്പോ അമ്മ 70 വയസ്സിൽ പോയി. ഇന്നെന്താണ് ഞാനിവിടെ സിമിത്തേരി വന്ന് നിൽക്കുന്നതെന്നല്ലേ? എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പിന്നിൽ കാണുന്ന ഇത് കണ്ടോ, ഈ തിരി, ഇതൊരു തിരിയാണ് കേട്ടോ. ഇത് തിരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തിരി ഒരു മരം പോലെ ആയേക്കുന്നല്ലേ, ഇതാ താഴേന്ന് തുടങ്ങിയേക്കുന്നതാണ്. ഈ തിരിക്കും നമ്മളുടെ കൂടെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ജോൺ ലെസ്ലി എന്ന് പറഞ്ഞ ചേട്ടന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കത് പറഞ്ഞു കൊടുക്കാം ലെസ്ലി ചേട്ടാ. പ്രാർത്ഥിക്കാണോ? മുറ്റനിറങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ നേരത്തെ കത്തി. ഓ, മുറ്റനിറങ്ങി പ്രാർത്ഥിക്കാൻ. അത് കണ്ടോ കാലില് തഴമ്പാണല്ലേ ഇത്? എത്ര വർഷമായിട്ട് നിരങ്ങുന്നുണ്ട് ഇപ്പൊ? 5 വർഷമായി. തിരി കത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അയ്യോ, ഇത് 33ാമത്തെ കൊല്ലം. 33ാമത്തെ കൊല്ലം. 33 കൊല്ലമായിട്ട് തിരി ഇവിടെ താഴേന്ന്, ഈ കല്ലറയിൽ നിന്ന് താഴേന്ന് കത്തിച്ചാണ് അയക്കണം. ഇത് ആരുടെ കല്ലറയാണെന്നല്ലേ? ഈ കുഴി അമ്മയ്ക്ക് വേണ്ടി മാത്രം, അതായത് ലെസ്ലി ചേട്ടന്റെ അമ്മച്ചിയുടെ അല്ലേ? അമ്മച്ചിയുടെ പേരെന്താണ്? റോസി അലക്സാണ്ടർ, നെൽക്കുന്നശ്ശേരി, എറണാകുളം. അത് എറണാകുളത്ത് നമ്മളുടെ സിമിത്തേരി മുക്കെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ ഒരു എത്ര സിമിത്തേരി? 5 സിമിത്തേരി അല്ലേ? 5 സിമിത്തേരി, 5 പള്ളികളുടെ ആയിട്ട് സിമിത്തേരികൾ മാത്രമുള്ള സ്ഥലമാണ്. ഇത് നടുക്കളോണ്ട് നടുവിലെ പള്ളി അല്ലേ? കപ്പല് പള്ളിയുടെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ. കൊച്ചി നമ്മുടെ വരാപ്പുഴ രൂപതയുടെ കത്തീഡ്രലിന്റെ സിമിത്തേരിയാണ്. അപ്പം ഡയറക്ടറാണ് ഏതച്ഛൻ? ഇപ്പുറത്തോ? ഓ, ചെറുതായിട്ട് ആണല്ലേ? അച്ഛനാണ് ഇത്രയും കൊല്ലമായിട്ട് ചെയ്യണത് ജിമ്മിന്റെ. അങ്ങനെ അച്ഛൻ മുടങ്ങാതെ 33ാമത്തെ കൊല്ലം ചെയ്യാം ആണ്. അല്ല, ലെസ്ലി ചേട്ടൻ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താ? ഇപ്പൊ പലരുടെയും നമ്മള് അറിയാം, പഠിച്ചിരുന്നപ്പോഴും നമ്മളെ വിളിച്ചും പാത്തും വീട്ടുകാര് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇതായില്ല. അപ്പൊ നമുക്കും എങ്ങനെയെങ്കിലും ഒരു നില എത്തിക്കണമെന്നുണ്ടായി. അങ്ങനെയാണ് ഫൈനാൻസും ജിംനേഷ്യം ഇട്ടത്. അമ്മ ഇട്ടുതന്നതാ ഫൈനാൻസും ജിംനേഷ്യം. ഇവിടെ എറണാകുളത്താണോ ജിംനേഷ്യം? എന്താ പേര്? പേരൊന്നുമില്ല, ഞാൻ ഇട്ടേക്കുന്ന പേര് RK ജിം. അത് എന്തെന്ന് വെച്ചാല് നമ്മുടെ പേര് റോസി അലക്സാണ്ടർ എന്നാണ്. അപ്പൊ അതിന്റെ അകത്ത് 3 അക്ഷരമുണ്ട്. അതാണ് RK ജിം. അതാണ് നമ്മുടെ പേര് റോസി അലക്സാണ്ടർ. അപ്പൊ അമ്മ മരിച്ചിട്ട് 33 വർഷമായി. അപ്പൊ തുടങ്ങി ഇവിടെ ഇങ്ങനെ വന്ന് തിരി കത്തിക്കാണ്. അങ്ങനെ കത്തിച്ച് ഇത് ഇത്രയും വലിയൊരു മരം പോലെ ആയി മാറി ആ തിരി. ഇവിടെ പെങ്ങള് വിളിച്ചെന്നെ വെള്ളാങ്കണ്ണി കൊണ്ടുപോയി. വെള്ളായി കൊണ്ടുപോയപ്പോ പറഞ്ഞാൽ നീ കൊച്ചുങ്ങളൊക്കെ നിരങ്ങണം, നീ ഒന്ന് നിരങ്ങി പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ നിരങ്ങി പൊട്ടി പഴുത്ത് 2-3 പ്രാവശ്യം അങ്ങനെ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു വെള്ളാങ്കണ്ണി പോലുള്ള മഴവും ഇതൊക്കെ നമ്മുടെ സിമിത്തേരിയിലും ഉണ്ട്. അമ്മയുടെ വേണ്ടപ്പെട്ട ആൾക്കാര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിരങ്ങി കൊടുക്കുക. ഇവിടെ നിരങ്ങും അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് നിരങ്ങി കൊണ്ടുവന്ന് കയറി മൊത്തിയിട്ട് പോകും. അതായത് ആ പള്ളിയുടെ, നമ്മുടെ ഈ പള്ളിയുടെ അവിടെ നിന്ന് ആ തുടക്കത്തിൽ നിന്ന് ഇവിടം വരെ നിരങ്ങും. ഇവിടെ അടിച്ചിടുന്നതൊക്കെ ലെസ്ലി ചേട്ടനാണ് കേട്ടോ. ഇവിടെ അടിച്ചിടും. എത്ര നേരം വരും? എത്ര പ്രാവശ്യം വരും സിമിത്തേരില്? ഞാനിപ്പോ 3 പ്രാവശ്യം വരും. 3 പ്രാവശ്യം വരുന്നല്ലേ? ഇത് 2 പ്രാവശ്യം അറുത്തുകൊണ്ട് പോയി മെഴുകുതിരി കറുത്തിന്റെ മേലെ വെച്ച്. ഓ, ആണോ? ഇവിടം വെച്ച് അറുത്തോണ്ട് പോയോ? അതെ. അപ്പൊ അത് കാരണം ഇപ്പൊ ആരും അറുത്തോണ്ട് പോവാതിരിക്കാൻ വേണ്ടി അത് ഞാൻ ഇങ്ങനെ ഒരു മനസ്സിൽ നേർന്നിട്ടുണ്ടല്ലോ. അപ്പൊ കിടന്നപ്പോ തോന്നി നീ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ഇത് ഈ ഡിസംബർ 38 വരെ 28 വരെ അമ്മച്ചി മരിച്ച അല്ലേ? അതിന്റെ ഇതൊക്കെ ആയിട്ടൊരു അതെന്താണ് അങ്ങനെ? കാരണം ഒരുപാട് ഇപ്പൊ അമ്മമാരൊക്കെ മരിക്കുന്നുണ്ട്. ഇതാണല്ലോ. എങ്കിലും 3ാമത്തെ ഞാൻ അമ്മകനായോണ്ട് കുറെ കൂടുതൽ വാത്സല്യം ഉണ്ടായി അമ്മയ്ക്ക്. അപ്പൊ എന്തേ ചെയ്താലും അമ്മ നിസ്സാരമാക്കിക്കളെ. അപ്പൊ അതിന്റെ വേദന ഇപ്പൊ എനിക്ക് വേണ്ട. ഓ, പണ്ടത്തെ അമ്മയുടെ വാത്സല്യം നമുക്ക് കൂടുതൽ കിട്ടി. അമ്മയ്ക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്നൊരു തോന്നലുണ്ടാ? തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് പോയി. അമ്മ പറഞ്ഞപ്പോ ചെറുതിലേക്ക് വന്നേക്കണം ചെറിയ തെറ്റുകളില്ലേ, കുഞ്ഞനുസരണക്കേടുകള്, അതൊന്നും അതിനൊക്കെ പ്രായശ്ചിത്തമായിട്ടാണ് പഠിക്കാൻ വേണ്ടി കാശൊക്കെ വല്ലയിടത്തും വെച്ചെടുത്തിട്ട് ഓടിച്ചു പോയിക്കോളെ. അപ്പൊ അതൊരു വേദനയായി. അത് വന്നപ്പോൾ വളരെയധികം വേദനയും സങ്കടമൊക്കെ ഉണ്ടായി നമുക്ക്.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തത്. ഇത് നമ്മുടെ ലെസ്ലി ചേട്ടൻ്റെ മൊബൈലാണ് കേട്ടോ. മൊബൈലിൻ്റെ ബാക്കാണ് അമ്മയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കാണ്. അതുപോലെ അതേ ആറൊക്കെ അമ്മേനെ ഒരു തരത്തിലും മിസ് ചെയ്യില്ല. അതായത് മറന്നു പോകാനായിട്ട് ലെസ്ലി ചേട്ടൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് മൊബൈലിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ് അല്ലേ? പിറകാത്തും അത് തന്നെയാണോ? അച്ഛൻ്റെ ഉണ്ട്, അമ്മയുടെ ഉണ്ട്. ലെസ്ലി ചേട്ടന് ആരൊക്കെ ഉണ്ട്? എനിക്ക് അമ്മയില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. മറ്റവരൊക്കെ അല്ല, ലെസ്ലി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ഉണ്ട്. 2 പിള്ളേരും 2നെയും കെട്ടി. പിന്നെ ആൺപിള്ളേര് ഇവിടം കൊണ്ട് ഇതാക്കാൻ പെണ്ണവകാശിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ 101 പവൻ വീതം കൊടുത്താൽ കെട്ടിച്ചത്. അത് ഫൈനാൻസിൽ കുറെ നഷ്ടപ്പെട്ട് എങ്കിലും അതിൽ കൂടുതൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി. ഫൈനാൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് അപ്പൊ അത് അമ്മയിട്ട് തന്നാണ്. ജിമ്മും അമ്മയിട്ട് തന്നാണ്. അങ്ങനെ ഒരു പെണ്ണുങ്ങൾ ചെയ്യാത്ത പരിപാടി മുഴുവൻ അമ്മ ചെയ്ത് തന്നത്. അതെ അല്ലേ? അപ്പച്ചന് എത്ര വർഷം മുമ്പ് മരിച്ചതാ? അതും വലിയ സങ്കടം തോന്നുന്നു. അമ്മക്ക് 28 വയസ്സുള്ളപ്പോ മരിച്ചു. അപ്പൊ ഏറ്റയുടെ കൊച്ചിന് 4 മാസം, എനിക്ക് 4 വയസ്സ്. എനിക്ക് 80ാമത്തെ വയസ്സാണ്. 80 വയസ്സാണ് ഇപ്പൊ അല്ലേ? 80ാമത്തെ വയസ്സ് നടക്കണേ. ഞാൻ ദിവസേന അമ്മ ഇട്ട് തന്നാണല്ലോ ഒരു ആരോഗ്യത്തിന് വേണ്ടി. ദിവസേന വെളുപ്പിന് 3 മണിക്ക് പോയിട്ട് 1 മണിക്കൂർ കളിച്ചിട്ട് ഒരു പുള്ളിയാണ് ജിമ്മിൽ പോയിട്ട്. അതെ, ഇപ്പോഴും പോയി കളിക്കും? ഇപ്പോഴും പോയി. അതുകൊണ്ട് ഇങ്ങനെ മരുന്നൊന്നും മേടിച്ചില്ല. ഇത് ഹെൽത്തി ആയിട്ട് നടക്കണം. ഇപ്പൊ ഒരു പ്രായമാകുമ്പോ ചുരുങ്ങും. നേരത്തേക്കല്ല ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതെ, എന്റെ മുറിയിൽ വന്ന് കാണും. അത്രയും ആൽബങ്ങളും നിറച്ച് വെച്ച് അമ്മയുടെ അപ്പന്റെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓർക്കുമ്പോ മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഈ കണ്ട 28 വയസ്സിൽ അമ്മ വേദനയാണ്. അപ്പൊ ആ വേദനകളൊക്കെ ഇപ്പൊ ഉണ്ട്. അതാണ് അമ്മയുടെ അടുത്തുനിന്ന് മാറാതെ ഇവിടെ ഇങ്ങനെ. അതല്ല, പ്രശ്നങ്ങള് കല്യാണത്തിൻ്റെതായപ്പ ഭാര്യ എന്ന് പറഞ്ഞേ, താൻ മുമ്പ് 3 കൊല്ലല്ലേ ഇനി താൻ നമ്മുടെ കുഴിക്ക് പോയി കിടക്കുന്നു. അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് തുടങ്ങി അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ കുഴി വന്ന് കിടക്കാൻ തുടങ്ങി. കിടക്കും. ഇപ്പൊ ആളിലൊക്കെ ഇതായി കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കണെന്തിനാന്നോ? ഒന്ന് ഇരുട്ടി കഴിയുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ നിരങ്ങി വരണം ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ അല്ലേ? രാവിലെ എത്ര മണിക്ക് എത്തും ലെസ്ലി ചേട്ടൻ ഇവിടെ? ഇവിടെ തുറക്കാം. ഇപ്പഴേ പിന്നെ 5:30-5 മണിക്ക് താക്കോലിക്കേണ്ടി വരുന്ന. ഇപ്പൊ അത് താക്കോല് മേടിച്ചത്. ഞാൻ നേരത്തെ 5 മണിക്ക് വരും. ഇരുട്ടി കഴിയുമ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോകും, പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലേ? എല്ലാവർക്കും നമുക്കൊരു സമൂഹത്തിനൊരു മാതൃകയാണ് ലെസ്ലി ചേട്ടൻ. കാരണം മാതാപിതാക്കളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരോട് സ്നേഹമില്ലാതിരിക്കുക അല്ല അങ്ങനെയുള്ള കാലഘട്ടമാണെന്ന് പറയാണേ. ഞാൻ പറഞ്ഞ ലെസ്ലി ചേട്ടൻ ചെയ്തതല്ല. ഞാൻ മുടങ്ങിയിട്ടില്ല, ഒരു ദിവസം മുടങ്ങിയിട്ടില്ല അല്ലേ? 6 ദിവസം മുടങ്ങിയാൽ ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇനി 2 കൊല്ലവും കൂടി അഡ്വാൻസ് ആയിട്ടും ചെയ്തിട്ടേക്കാൻ. അതായത് 6 ദിവസം ലെസ്ലി ചേട്ടൻ ഇവിടെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കണ ഒരു മുടക്കം വന്നു. അത് എന്തുകൊണ്ടാണ് വന്നിട്ടില്ല? ഓ, 6 ദിവസം മുടങ്ങിയാല് 2 വർഷം ചെയ്യുന്നോ? അല്ല, 6 ദിവസം മുടങ്ങിയാലേ ഇപ്പൊ മുടങ്ങിയാൽ ചെയ്യുന്നില്ല, മുടങ്ങിയാൽ ചെയ്യും. അതിന് അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടേക്കാൻ 2 കൊല്ലത്തേക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് പിന്നെയും ചെയ്യും. അപ്പൊ ഞാൻ ചത്തുപോയി 1-2 കൊല്ലത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. എന്റെ ദൈവം, ഇങ്ങനെ ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുക കേട്ടോ അല്ലേ? ഇങ്ങനെ ഒരു അമ്മയോടുള്ള സ്നേഹത്തോടെ മരിച്ച അമ്മയുടെ ആ കുഴിയിൽ വരിക. ഇങ്ങനെ 33 വർഷമായി മുടങ്ങിയിട്ടില്ല. മുടങ്ങാണ്ട് അച്ഛനും വന്ന് കുർബാനയിലും എല്ലാവർക്കും മാത്യു കല്ലിങ്ങൽ. ഞാൻ ജെമിനിഷ് അപ്പൊ അച്ഛൻ ഒരു ജെമിനിഷ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ആണല്ലേ? അച്ഛനും വന്ന് ഇവിടെ കൃത്യമായിട്ട് 2 പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കാര്യം നീ എവിടെ പോയാലും ഞാൻ ഈ നിങ്ങളുടെ ടൈമിലൂടെ വരും ചെയ്യും. അന്ന് അച്ഛൻ കുർബാനയിലും മുടങ്ങാതെ എല്ലാ കൊല്ലവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ലോകത്തിൽ ഒരാൾക്ക് കിട്ടാത്ത അനുഗ്രഹം അമ്മക്ക് കിട്ടിയേക്കത്. അത് തന്നെ, ഇങ്ങനെ ഒരു അമ്മക്ക് ഇങ്ങനെ ഒരു മരണശേഷം ഇങ്ങനെ ഒരു സ്നേഹം, ഇങ്ങനെ ഒരു ഭാഗ്യം, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഏത് അമ്മക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ ലെസ്ലി ചേട്ടൻ്റെ അമ്മയ്ക്കാണ് അത് കിട്ടിയേക്കുന്നതെന്ന് അല്ലേ? അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഈ മകൻ ഇവിടെ ഇത്രയും വർഷമായിട്ടും. നമുക്ക് ആ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ തിരി, ഒരു മരം പോലെ വളർന്ന തിരി. അത് എനിക്കറിയില്ല. ഒരു സ്ത്രീ ഇവിടെ പ്രാർത്ഥന ഇവിടെ ഇതിന് ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പൊ ഞാനത് ഇവിടുന്ന് കുത്തി കളിക്കുന്ന ഒരു വിചാരിച്ചു. ഞാൻ കുത്തി എന്റെ സൈഡൊക്കെ കളയാം. അത് പറഞ്ഞ് മോനെ അത് കളയണ്ട, അത് കുത്തി അവിടെ ഇരുന്നിട്ട് കത്തിച്ചിട്ട് തൂണ് പോലെ കെട്ടുന്നത്. അപ്പൊ അവര് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല, അന്വേഷിച്ചിട്ട് പിന്നെ കണ്ടിട്ടില്ല അവരെ. അങ്ങനെ ഒരു വാക്കും കൂടി കിട്ടിയത്.
അങ്ങനെ കേട്ടിട്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ തുടങ്ങിയത്. ചെയ്യാൻ തുടങ്ങിയെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായില്ല. ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇത് ഇത്രയും ആ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കത്തിച്ചിട്ട് പോണം അത്രേ ഉള്ളായിരുന്നു. ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അത് 2 പ്രാവശ്യം കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ കെട്ടിപ്പൊക്കി. അതെ ആ പിന്നെ അത് ചെത്തിക്കൊണ്ട് പോയി. അതുകൊണ്ട് അത് അങ്ങനെ ഒരു സംഭവം ഇനി ഇല്ലാതിരിക്കാനാണ് ലെസ്ലി ചേട്ടൻ ഇവിടെ 3 പ്രാവശ്യമൊക്കെ വന്ന് നോക്കുന്നത്. ഇതൊന്നും ആരും ചെത്തിക്കൊണ്ടൊന്നും പോവല്ലേ അല്ലേ? പോവല്ലേ എന്ന് പറയുവാണ്. ഞാൻ കിലോന് 40 രൂപ മെഴുകുന്ന്. ആ അതുകൊണ്ട് ചെത്തി കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാര് അല്ലേ? ഇനി ഞാൻ ആഗ്രഹമുണ്ട് ഈ നമ്മുടെ ആണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ദൈവം എന്നെ വിളിച്ചോട്ടെ. അതുവരെ പോണം. അത് തരും ദൈവം. അച്ഛനും വരും. അത് കഴിഞ്ഞ് ലെസ്ലി ചേട്ടൻ ഇവിടെ ഉണ്ടാവും ഇനി. അല്ല ഉണ്ടാവും. ഞാൻ പിന്നെ പ്രായമില്ലേ അസം വന്ന് കിടക്കാതെ പിന്നെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും മാറും തീരും. അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മേനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ്റെ കണ്ണിങ്ങനെ നിറയും. സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക, അവരെ എന്താ പറയുക, അവരോട് സ്നേഹമില്ലാതെ പെരുമാറുക, അങ്ങനെയുള്ളവർക്കൊക്കെ 12 വയസ്സം തിരികെ കൊച്ചാമ്മയുടെ വീട്ടില് പുല്ലപ്പടിക്കാൻ പോയപ്പോ കിങ് കോങ് ദാരാസിംഗ് ഇവിടേക്ക് ഗുസ്തി നടക്കണം. അപ്പൊ ഞാൻ കൊച്ചാമ്മയുടെ വീട്ടിൽ നിന്ന് പോയ പുസ്തകത്തിൽ നിന്ന് 1 രൂപ കട്ടെടുത്ത് അതുമായിട്ട് പോയി കണ്ട് ഇല്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മറ്റേ കൊച്ചാമ്മയുടെ മാമ വന്നപ്പോ യേശു ചേട്ടന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് 1 രൂപ കാണാതെ പോയിരുന്നു അമ്മേനോട് പറഞ്ഞു. അപ്പൊ അതൊക്കെ പോയി. സന്ധ്യയായപ്പോ അമ്മേനോട് ചോദിച്ചേ നീ കൊച്ചാമ്മയുടെ വീട്ടിൽ പോയി ഞാൻ പോയിട്ട് നീ പുസ്തകത്തിന് കാശെടുത്ത? ഞാൻ എടുത്തില്ല. എന്നാന്നും ചോദിച്ചാൽ എടുത്തില്ല. അവരടി അടിച്ചമ്മ എടുത്തത്. അമ്മ അതൊക്കെ ക്ഷമിച്ച്. അമ്മ അതൊക്കെ പണ്ട് ക്ഷമിച്ച അമ്മയല്ലേ, അമ്മയ്ക്ക് ക്ഷമിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ക്ഷമിച്ചെങ്കിലും കിടന്നില്ല. ഞാനിപ്പോ 70 വയസ്സിൽ പോയി. 28 വയസ്സിൽ ഇപ്പം മരിച്ചിട്ട് അന്ന് മുതലുള്ള കഷ്ടപ്പാട്. ഞങ്ങളെല്ലാവരും നല്ലതിനെത്തിച്ച് പെങ്ങന്മാർക്കൊക്കെ അത്. പിന്നെ അവരെ വിളിച്ചില്ല. കാരണം അമ്മ മരിച്ച പിന്നെ അവകാശങ്ങൾ വല്ലതും ചോദിച്ചു. ഷെയർ കൊടുത്ത് കല്യാണത്തിന് കെട്ടിക്കാനുള്ള പൊന്നു കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കൊടുത്ത് അവസാനം എൻ്റെ അനിയൻ തന്ന കുറച്ച് സ്ഥലമുണ്ട് വഴിക്ക്. അത് അമ്മ പറഞ്ഞ് എഴുതി മേടിച്ചോളൂ. എഴുതി മേടിച്ച്. പക്ഷെ അത് രജിസ്റ്റർ ആക്കണം. അവര് ഒപ്പിടാൻ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം അന്ന് ഇങ്ങനെയും കൊടുത്ത് ഇങ്ങനെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് ചെന്നപ്പം അവര് 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്ത് അത് കാരണം അവരുടെയൊക്കെ വീട്ടിലൂടെ ഞാൻ പോകാറില്ല. രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിൽ പോകും. അവര് മരിച്ചുപോയി. ആ പെങ്ങളുടെ എല്ലാരും ഇഷ്ടമാണെങ്കിലേ ഇങ്ങനെ കാണിച്ചോണ്ടൊരു ഉറപ്പുണ്ട്. സാരില്ല പോട്ടെ, അതൊക്കെ പോട്ടെ. ലെസ്ലി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മാതൃകയായിട്ട് സ്നേഹത്തിൻ്റെ, അമ്മയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ നല്ലൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. താങ്ക് യു ലെസ്ലി ചേട്ടാ. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു ലെസ്ലി ചേട്ടന് വേണ്ടിയിട്ട് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി, അമ്മേനെ ഓർക്കുന്നു, ലെസ്ലി ചേട്ടന് വേണ്ടിയും ഈ സ്നേഹം ഇങ്ങനെ കൊടുക്കുന്നതിന് കേട്ടോ. താങ്ക് യു.